കേട്ടില്ലേ? ഇനി നമുക്ക് കളിക്കാം. എന്ത് കളിക്കാന്ന്? കിളിത്തട്ട് കളിക്കാം. അയ്യേ, ഇപ്പോഴാ? എടാ പോത്തെ, ഈ വിവരം നമ്മൾ വഴി അനിയമ്പാവേം ചേട്ടൻ അറിയണോന്ന്. അതിന് നമ്മൾ പറഞ്ഞ അവര് വിശ്വസിക്കൂ? നമ്മൾ പറയണ്ട, പിന്നെ പ്രേമചന്ദ്രനെ കൊണ്ട് തന്നെ അത് പറയിപ്പിക്കാം. അതെങ്ങനെ? അത് വഴിയുണ്ട്, വാ. ഇങ്ങനെ പോയ ആ കുഴപ്പവും മഹാകായം പറഞ്ഞത് മാറി നിന്നുകൊണ്ട് പ്രശ്നങ്ങൾ തീരില്ല, കൂടുതൽ ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ, നീ ചെല്ല്. എടാ തെണ്ടി, നിനക്ക് അനിയമ്പാവയുടെ മകളെയും ചേട്ടമ്പാവയുടെ മകളെയും വേണം അല്ലടാ? എന്താടാ നിന്റെ നാറങ്ങിപ്പോയോ? ധൈര്യം ഉണ്ടെങ്കിൽ വാ തുറന്നു പറയടാ. നിനക്ക് എന്താ അറിയേണ്ടത്? എനിക്കറിയാം പലതുമുണ്ട്. നീ ആണാണെങ്കിൽ ഉറക്കെ പറയടാ. ഉറക്ക പറഞ്ഞാൽ എന്താടാ? ഏത് തെണ്ടിയുടെ മുഖത്ത് നോക്കി ഞാൻ പറയും? എന്നാ ഇവന്റെ മുഖത്ത് നോക്കി ധൈര്യമായിട്ട് പറഞ്ഞു. താനധികം സംസാരിക്കണ്ട. നീ അമ്മുവിനെയും മാളുവിനെയും മാറി മാറി പ്രേമിക്കും അല്ലേ? ആ, പ്രേമിക്കും. അമ്മുവിനെയും മാളുവിനെയും മാത്രമല്ല, വേണ്ടി വന്ന പലരെയും പ്രേമിക്കും. എന്നിട്ട് നീ ആരെ കല്യാണം കഴിക്കും? അമ്മുവിനെയോ അതോ മാളുവിനെയോ? ഉറക്കെ പറയടാ. ഉറക്ക പറഞ്ഞ എന്താടാ? വേണ്ടി വന്ന അമ്മുവിനെയും മാളുവിനെയും രണ്ടുപേരെയും ഞാൻ കിട്ടും. അതെ, എന്റെ സൗകര്യ. നീ ആരാടാ അതൊക്കെ ചോദിക്കാൻ? ഞാൻ ആരാണെന്നോ? നിന്നെ പോലെ അവരുടെ ഉപ്പും ചോറും തിന്നിട്ട് അവരെ തിരിഞ്ഞു കടിക്കുന്ന നന്ദി കെട്ട മൃഗമല്ലടാ. എന്റെ ദൈവങ്ങളാണ് അവര്. നിനക്കറിയോ, എന്റെ പൂജാമുറിയില് ദൈവങ്ങളുടെ അല്ല, അനിയമ്പാവയുടെയും ചേട്ടമ്പാവയുടെയും ഫോട്ടോയാണ് വെച്ചിരിക്കുന്നത്. ഞാൻ ജീവനോടിരിക്കുമ്പോ അനിയമ്പാവയ്ക്കും ചേട്ടമ്പാവയ്ക്കും യാതൊരു ആപത്തും വരില്ല. എന്റെ ചോര കൊടുത്തും ജീവൻ കൊടുത്തും ഞാൻ അവരെ രക്ഷിക്കും. ഇത് സത്യം, സത്യം, സത്യം. ഇറങ്ങി പൊടപ്പില്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ. വിളിച്ചേട്ടാ, ചതിച്ചു. ദാ നോക്ക്, നമ്മുടെ പറഞ്ഞേക്ക് അവര് ടേപ്പ് ചെയ്തെടുത്തു. അയ്യോ, വാ. എല്ലാം പിടിച്ചോ? കംപ്ലൈന്റ് പിടിച്ചിട്ടുണ്ട്. നിന്റെ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് വെച്ചോ. വല്യമ്മാവാ, എന്താടാ നിന്നോട് ആരാടാ പറഞ്ഞ ഇതിനകത്ത് വരാൻ? ഞങ്ങൾ ഒന്നും ചെയ്യരുത്. ഈ വീട്ടിൽ എന്താ നടക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല. അത് അറിയിക്കാനാണ് ഞങ്ങൾ ഇപ്പൊ ഓടി വന്നത്. ഓൺ ചെയ്യടാ. ഈ വീട്ടിലെ അവസ്ഥ എന്താന്ന് കേട്ടോളൂ. ആ, കേൾപ്പിച്ചു കൊറടാ. എന്താടാ പട്ടി ഇത്? ചെകുത്താൻ കയറി വിടണം. ഒന്നും അടിക്കരുത്, അടിക്കരുത്. മാറിപ്പോയി, മാറിപ്പോയതാ. പോർവേടിയടാ. ഇതൊന്ന് ക്ഷമയോടെ കേൾക്കണം, എന്നിട്ട് തീരുമാനിക്കുക അടിക്കണോ വേണ്ടതെന്ന്. അടിച്ചാലും തിരിച്ചടിക്കോടാ. അയ്യോ, ഇതല്ല ഞാൻ തെളിയിക്കാൻ വന്നത്. ഇതല്ല. എടാ, ഒന്ന് ശരിയാക്കടാ. ഇത് കേട്ടു നോക്കണം. നിങ്ങൾ അനിയനെയും ചേട്ടനെയും പറ്റി ഞാൻ നേരിട്ട് അറിയിക്കാമെന്ന കാര്യങ്ങളാ. കേൾക്കണം. അവന്റെ അമ്മൂമ്മയുടെ ഒരു പാട്ടുപട്ടി. രക്ഷപ്പെട്ടു. ദൈവം രക്ഷിച്ചു. 1500 രൂപ ടേപ്പർ കാറാ അയാൾ ചവിട്ടി പൊളിച്ചത്. എവിടെ നിന്ന് കിട്ടിയടാ പുല്ലേ ഈ പണ്ടാരം? മുതലാളി റിപ്പയർ ചെയ്യാൻ തന്നതാ. ഓഹോ, എന്തായിരുന്നു കംപ്ലൈന്റ്? റെക്കോർഡിംഗ് വർക്ക് ചെയ്യുന്നില്ല എന്നായിരുന്നു കംപ്ലൈന്റ്. റെക്കോർഡിംഗ് ഇല്ലാത്ത ടേപ്പ് കൊണ്ടാണ് തെണ്ടി റെക്കോർഡിംഗ് വരുന്നത്. ഞാനത് ഓർത്തില്ല. ഇനി അബദ്ധം പറ്റില്ല. എന്റെ കയ്യിൽ വേറെയും ബുദ്ധിയുണ്ട്. ആ ബുദ്ധി നിന്റെ കയ്യിൽ തന്നെ വെച്ചോ. ഇനിയും തല്ലുള്ള എനിക്ക് വയ്യ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഹലോ, ഇത് ഞാനാ കുട്ടമ്പാവാ. മുതലാളി രാമൻകുട്ടിയാ. ചെറുക്കനും കൂട്ടരും നാളെ അങ്ങോട്ട് എത്തും. വേണ്ട, അവരോട് വരണ്ടെന്ന് പറഞ്ഞേരെ. വരണ്ടെന്നോ? അതെന്താ മുതലാളി ഇപ്പൊ ഇങ്ങനെ? അമ്മൂന് വേറെ കല്യാണം നിശ്ചയിച്ച്. ഓ, ഇതൊരു ചതിയായി പോയല്ലോ മുതലാളി. ചെറുക്കൻ ഇതിനു വേണ്ടിയാ ബോംബെന്ന് ഇങ്ങോട്ട് വരുന്നത്. നീ അവരോട് നല്ല വാക്കി കാര്യം പറഞ്ഞ് ഇതങ്ങോട്ട് ഒഴിഞ്ഞേര്. ആരാണ് ഏട്ടാ ഫോൺ വിളിച്ചത്? അതെല്ലാള് രാമൻകുട്ടിയാ. ആ, എന്തു പറഞ്ഞ്? അതൊഴിഞ്ഞ്. ഇത് ഒഴിഞ്ഞ അമ്മൂന്റെ കാര്യം. കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ നാളെ മുതൽ തുടങ്ങണം. അല്ലേ ഏട്ടാ, ഒരുത്തിയിരിക്കുമ്പോ മറ്റവളെ കല്യാണം നടത്തണത് ശരിയാണാ? എന്താ ശരിയാകായിക? ആദ്യം ഈ കല്യാണം നടക്കട്ടെ, അത് കഴിഞ്ഞടുത്തത്. അതല്ലേ ശരി?
ആ പിന്നെ കെട്ടിപ്പിടിക്കലും മുത്തം കൊടുക്കലും ഒക്കെ കഴിഞ്ഞില്ലേ? ബാക്കിയുള്ളവർക്ക് കിടന്നുറങ്ങണം. നീ കളിയാക്കൊന്നും വേണ്ടടി. പെറ്റിട്ടപ്പോ മുതൽ ഒരു വായക്കിടന്നാണ് ഞങ്ങ ഉറങ്ങിയിട്ടുള്ളത്. കെട്ട് കഴിഞ്ഞ പിന്നെയാണ് മാറിക്കിടക്കാൻ തുടങ്ങിയത് തന്നെ. പിന്നെ ഇപ്പൊ കിടക്കാൻ പോണതിന് മുമ്പുള്ള ഈ മുത്തം കൊടുക്കലേ ബാക്കിയുള്ളൂ. അത് നീയല്ല, ദൈവം തമ്പുരാൻ വിചാരിച്ചാലും ഞങ്ങ മാറ്റുകയില്ല. നാളെ ആരുണ്ടാവും ആരുണ്ടാവൂല എന്ന് എങ്ങനെ അറിയാം? പോയി കിടന്നുറങ്ങ. പിന്നെ കല്യാണ ഒരുക്കത്തിന്റെ കാര്യത്തിൽ നമ്മ തമ്മിൽ വാശിയാ. ഓരോന്നും ആരാദ്യം ചെയ്യുമെന്ന് നമ്മക്കൊന്നും അറിയാം. അയാള് പറഞ്ഞത് കേട്ടാടി. അയാക്കടെ മോടെ കല്യാണം മുടങ്ങിപ്പോയിട്ടും നമ്മുടെ മോടെ കല്യാണം നടത്താൻ വാശി പിടിക്കണത് കണ്ട. അതാടി എന്റെ ചേട്ടന്റെ സ്നേഹം. വാ. താനിതിൽ ഏത് പേര് അടിക്കാൻ പോണത്? അമ്മൂന്നോ അതോ മാളൂന്നോ? രണ്ടും കൂടി ചേർത്ത് അമ്മാളൂന്ന് അടിക്കാൻ മതി. എന്റെ പേരിന്റെ കൂടെ അമ്മൂന്നല്ലാതെ വേറെ ഒരു പേരും കണ്ടുപോരുത്. കണ്ടന്റെ സ്വഭാവം പറഞ്ഞേക്കാം. പിന്നെ എന്ത് ചെയ്യണമെന്ന് പറ. അതും താൻ തന്നെ പറ. അയ്യോ, താനല്ലേ ഇത് മുഴുവൻ ഉണ്ടാക്കി വെച്ചത്. ഇതിന്ന് രക്ഷപ്പെടാനുള്ള വഴിയും താൻ തന്നെ പറഞ്ഞു തന്നോണം. ഇനി ഒരാൾക്ക് നിന്നെ രക്ഷപ്പെടുത്താൻ കഴിയും. മാളൂന്. നീ മാളൂവിന്റെ അടുത്ത് ചെന്ന് അതിന്റെ ഒരു മട്ടുമാതിരിക്കൊക്കെ നിന്ന് അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. അവിടെ നിന്റെ മിടുക്ക്. മാളു മ്യാവൂ മ്യാവൂ മ്യാവൂ. പതുങ്ങി പതുങ്ങി വരുന്നത് ഞാൻ കണ്ടു. അടവൊക്കെ കയ്യിലിരുന്നോട്ടെ. കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയൊക്കെ വരുന്ന അച്ഛൻ കാണണ്ട. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് ഇങ്ങോട്ട്. പൊയ്ക്കോ. അതല്ല, വേറൊരു കാര്യം പറ്റ ഒന്നും പറയാനും പറ്റില്ല. എന്തായി? കൊളമായി. എങ്ങനെ കൊളായി? അവളെന്നെ മൂക്കെ കയറി പിടിച്ചു. മൂക്കെ കയറി പിടിച്ച മൂക്കളല്ലേ വരൂ. കൊളാവൂ. ഓ, അവളുടെ അച്ഛൻ കണ്ടെന്ന്. അതെ, മുറിക്കകത്ത് കയറിയപ്പോ അമ്മയും കണ്ടു. അപ്പൊ ബന്ധം ഒന്നും കൂടി ദൃഢമാക്കിന്ന് പറ. ഇനി അവളെ ഇഷ്ടമല്ലാന്നെങ്ങാ നീ ചെന്ന് പറഞ്ഞ ആ ശേഷക്രിയക്ക് എന്തെങ്കിലും ബാക്കി കിട്ടിയാൽ മതിയായിരുന്നു. പിള്ളച്ചേട്ടാ, നിങ്ങൾ ഈ പറഞ്ഞത് മുഴുവൻ സത്യമാണല്ലോ? സത്യമായിട്ടും സത്യമാ. ഞങ്ങളുടെ ഈ 4 കാതും കൊണ്ട് കേട്ടതാ. അത് തെളിയിക്കാൻ ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ സാധിച്ചില്ല. അത് ശരിയാക്കാം. ഇതുപോലൊരു അവസരത്തിന് വേണ്ടിയാടാ ഇത്രയും നാള് ഞങ്ങൾ കാത്തിരുന്നത്. ഇനി തെളിയിക്കാനുള്ളതൊക്കെ ഞങ്ങൾ തെളിയിച്ചോളാം. രണ്ടാളും ഞങ്ങളോടൊപ്പം നിന്നോണം. നിൽക്കും, എന്തിനും കൂടെ നിൽക്കും. അമ്മുവിനെ വേറെ ഒരുത്തരും കൊണ്ടുപോകാൻ ഞാൻ ജീവനോട് ഇരിക്കുമ്പോ സമ്മതിക്കില്ല. അമ്മു നിനക്കുള്ളതാടാ, നിനക്ക് മാത്രം. നിങ്ങളുടെ കല്യാണം ഞങ്ങൾ നടത്തി തരാം. അത് മതി. അളിയോ, പെങ്ങളെ, അളിയോ, എന്താടാ സംഗതി ഞങ്ങളെ ക്ഷണിച്ചില്ലെങ്കിലും ഞങ്ങൾക്കിവിടെ വരാതിരിക്കാൻ ഒക്കുവോ? ക്ഷണിക്കാനാ? എന്തിന്? അത് ശരി. അപ്പൊ മറന്നു കിടക്ക. ഞങ്ങള് വിചാരിച്ച് ഇവിടെ ഭയങ്കര ആഘോഷവും ബഹളവും ഒക്കെ ആയിരിക്കുമെന്ന്. നാളത്തെ ദിവസം എന്താണെന്ന് ഓർമ്മയില്ലേ? നിങ്ങളുടെ രണ്ടുപേരും പുറന്നാളാ. അയ്യോ, പറഞ്ഞ പോലെ ശരിയാ. ഞാനും അതങ്ങ് മറന്നുപോയി. നാളെ നിങ്ങളുടെ പിറന്നാളാ. അത് നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ ചേച്ചി? ഇതെന്താണ് ഇപ്പൊ ഒരു പുതുമ? ഇതുവരെ ഒരു പിറന്നാള് ഞങ്ങൾ ആഘോഷിച്ചിട്ടില്ല. ഇനിയോട്ട് ആഘോഷിക്കാനും പോണില്ല. ഇത് അങ്ങനെയാണോ? ഇവിടെ ഒരു കല്യാണം നടക്കാൻ പോവുകയല്ലേ, അതിനു മുമ്പ് ഇങ്ങനൊരു നല്ല ദിവസം വന്നാ അത് ആഘോഷിക്കണളിയാ. അതുമല്ല, കല്യാണത്തിന് മുമ്പ് ആളുകളൊക്കെ വിളിച്ചുകൂട്ടി പെണ്ണിനെയും ചെറുക്കനെയും പരിചയപ്പെടുത്തുന്ന ഒരു ഫാഷനാ. ഇപ്പൊ എല്ലാ വലിയ വീട്ടിലൊരു ചടങ്ങാ. അങ്ങനെ ഒരു ചടങ്ങുണ്ടാ? പിന്നെ ഇത് നടത്തിയില്ലെങ്കിൽ കുറച്ചില്ല. നമുക്കിതൊന്നും അറിയാൻ പാടില്ലാണ്ടാണെന്ന് എല്ലാരും കരുതൂ. ആഹാ, അങ്ങനൊരു പട്ടിയും കരുതാണ്ട. നമ്മക്കും ഇത് അങ്ങോട്ട് നടത്താം. അതിനെവിടുന്നാ സമയം? ആളുകളെ വിളിക്കാനും ഒരുക്കങ്ങൾ നടത്താനും ഇന്നൊറ്റ ദിവസം കൊണ്ട് പറ്റുവാ? അതൊക്കെ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. വിളിക്കേണ്ടവരൊക്കെ ഞങ്ങൾ വിളിച്ചോളാം. വീട് അലങ്കരിക്കാനും സദ്യ ഒരുക്കാനും ഒക്കെ ആളുകൾ ഇപ്പൊ എത്തും. നാളെ നേരം വെളുക്കുമ്പോഴേക്കും എല്ലാം റെഡി. അല്ലേലും എന്റെ ആങ്ങളമാര് കാര്യവിവരമുള്ളവരാ. എല്ലാം നോക്കി കണ്ട് ചെയ്യാൻ അവർക്കറിയാം. അല്ലേ മോനെ?
എന്നാ പിന്നെ നോക്കി നിൽക്കാണ്ട് ഇടപിടിന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കടാ. ഓ വാ. ആ അപ്പ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മ ബർത്ത്ഡേ ആഘോഷിക്കാൻ